നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 24 തിങ്കളാഴ്ചയാണ്, വൃശ്ചികം 8. പുതിയൊരു വാർത്താ പുലരിയിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലും, ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷും, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുമാണ് ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. മനീഷ് മഹിപാലുണ്ട് അവിടെ, തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ആരൊക്കെ അവസാന പട്ടികയിൽ ഇടം പിടിക്കും എന്നറിയാം. മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം, പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നു. കൂടുതൽ പേർ ഇനിയും വലയിൽ കുരുങ്ങുമെന്ന സൂചനകളുമുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് 3 മണിക്കാണ്. ഇന്നാണ് 3 മണിക്ക് മുൻപാണ്. മുന്നണികളെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പലയിടങ്ങളിലും CPIM-നും LDF-നും UDF-നും ഒപ്പം തന്നെ NDA-ക്കും തന്നെ വിമതരുണ്ട്. NDA-ക്കാണ് താരതമ്യേന വിമതർ കുറവ്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലാകട്ടെ കോർപ്പറേഷനിൽ തന്നെ LDF-ന് 3 വിമതരാണുള്ളത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം വിമതരായി ചെമ്പഴത്തിയിൽ, വാഴോട്ടുകോണത്തും ഒക്കെ തന്നെ ഉള്ളൂരിലും ഒക്കെ തന്നെ എത്തിയിട്ടുള്ളത് പാർട്ടിക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാണ്. അതൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അവരത് പിൻവലിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ UDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. പക്ഷേ പലയിടങ്ങളിലും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും 3 ഇടങ്ങളിൽ UDF-നും വിമതരുണ്ട്. NDA-ക്കാകട്ടെ കഴക്കൂട്ടത്തടക്കം ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം മുന്നണികളെ സംബന്ധിച്ച് നിർണായകമാണ്. 1 ലക്ഷത്തിലധികം ആളുകളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിൽ ഏകദേശം ഒരു 85,000-ഓളം ആളുകൾ നിലവിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇപ്പോഴിതാ മഴയുടെ കാര്യമാണ്. മഴ കഴിഞ്ഞ ദിവസം കൊണ്ട് തകൃതിയായി പെയ്യുന്നു. അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ ഉണ്ടാകും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി തുടങ്ങി 7 ജില്ലകളിൽ ഇന്നും യെല്ലോ അലേർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഒപ്പം തന്നെ ഈ മഴ പെയ്യുന്നതിനൊപ്പം തന്നെ മലയോര മേഖലയിലുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം. മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടാകുന്നതുകൊണ്ട്, പ്രളയ സാധ്യത ഉള്ളതുകൊണ്ട് നദികളിൽ ഇറങ്ങരുത്. തീരപ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. വരുന്ന ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് 24 മണിക്കൂറിൽ 65.5 മില്ലി മഴ തുടങ്ങി 115.5 മഴ പെയ്യാനുള്ള മില്ലിമീറ്റർ മഴ പെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ മഴയുടെ സാധ്യത അങ്ങനെ പറയുന്നുണ്ട് അടുത്ത 5 ദിവസത്തേക്ക് ഉണ്ടാകും. ഇനി അതുണ്ടാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പത്മകുമാർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പത്മകുമാറിന് വേണ്ടി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. ഒപ്പം തന്നെ നേരത്തെ ഉള്ള മുൻ ബോർഡംഗങ്ങളായിട്ടുള്ള വിജയകുമാറിന്റെയും ഒപ്പം തന്നെ ശങ്കർദാസിനെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ അത് നിർണായകമാണ്. ഒപ്പം തന്നെ വാസുവിനെ കൂടി ഇതുമായി ബന്ധപ്പെട്ട 3 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടത്താനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മുഖ്യ പ്രതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ ചില വിദേശ യാത്രകൾ നടത്തിയതായി SIT സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പത്മകുമാറിന്റെ പാസ്പോർട്ട് നേരത്തെ SIT പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് എവിടെയെങ്കിലും വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ 2019 ദേവസ്വം പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി നൽകിയത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നുള്ള മൊഴി നിലവിൽ പത്മകുമാർ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പത്മകുമാർ കൊടുക്കുമെന്നതും അതിനിർണായകമാണ്. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാലാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല ദർശനത്തിനായി ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. ഇന്നലെ 79,575 പേർ മല ചവിട്ടി. ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം 7 ലക്ഷം പിന്നിട്ടു. സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശനാനുമതി നൽകി. ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഓരോ സമയത്തെയും തിരക്ക് വിലയിരുത്തിയാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനം ഭക്തിസാന്ദ്രമാണെന്നറിയാം. കൂടുതൽ ഭക്തരെത്തുന്നുണ്ട്. അതിനനുസരിച്ച് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഇന്ന് യെല്ലോ അലർട്ടാണ്. അതിന്റെ സ്വാധീനം സന്നിധാനത്തുമുണ്ട്. ഒറ്റപ്പെട്ട മഴ സന്നിധാനത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് വലിയ തീർത്ഥാടകരുടെ ഒഴുക്കാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഞാനിപ്പോൾ ശബരിമല സോപാനത്താണ് നിൽക്കുന്നത്. ഈ നമ്മുടെ വലതുവശത്ത് കാണാം ഈ ഫ്ലൈ ഓവറിലെ തീർത്ഥാടകരുടെ തിരക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് തീർത്ഥാടകർ. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇന്നലെ അവധി ദിവസമായിട്ട് പോലും 79,575 തീർത്ഥാടകർ മാത്രമാണ് ശബരിമല സന്നിധാനത്ത് എത്തിയത്. പക്ഷേ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം 80,000-ന് മുകളിൽ പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നട തുറന്ന് 1 മണിക്കൂറിൽ തന്നെ 10,000-ന് മുകളിൽ തീർത്ഥാടകർ മല ചവിട്ടി എന്നതാണ് ഈ പോലീസിന്റെ തന്നെ ഔദ്യോഗികമായ കണക്ക്. ഒപ്പം കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചതോടുകൂടി തന്നെ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തിരക്കിനനുസരിച്ചായിരിക്കും ആ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. അങ്ങനെ ഈ കൂടുതൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്താനുള്ള സൗകര്യം കൂടി പോലീസും ദേവസ്വം ബോർഡും ഒരുക്കുന്നുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ ആദ്യഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരായിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടുതലായി ശബരിമലയിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സജീവമായിട്ടുണ്ട്. വലിയ തീർത്ഥാടന തിരക്ക് നടപ്പന്തലിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടിക്ക് താഴെ ആഴിക്ക് സമീപമുള്ള ദൃശ്യങ്ങളാണ്. ദർശനത്തിനായി തീർത്ഥാടകർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തീർത്ഥാടകർക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ശബരിമല സന്നിധാനത്തില്ല. പമ്പയിൽ നിന്ന് സാവധാനം മല ചവിട്ടി അയ്യപ്പ ദർശനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അയ്യപ്പ ദർശനം സാധ്യമാക്കി മലയിറങ്ങി പോകാനുള്ള ഒരു സൗകര്യമാണ് ശബരിമലയിൽ ഉള്ളത്. ഈ ശബരിമലയെ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട മഴ ശബരിമലയിൽ പെയ്യുന്നുണ്ട്. ഒപ്പം കനത്ത മൂടൽമഞ്ഞാണ് പല സമയങ്ങളിലും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ ഈ കാലാവസ്ഥയൊക്കെ തന്നെ ഇങ്ങനെ മാറി മറിയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ തീർത്ഥാടനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് തന്നെയാണ് ശബരിമലയിൽ ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായി വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമല സന്നിധാനത്ത് എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടി അനുവദിച്ചതാണ് ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. സന്നിധാനത്തെ തിരക്ക് കൂടി കണക്കിലെടുത്ത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം പോലീസിന്റെ ചീഫ് കോർഡിനേറ്ററും ചേർന്നാണ് ഒരു ദിവസം എത്രത്തോളം തീർത്ഥാടകർക്ക് ദർശനം സ്പോട്ട് ബുക്കിംഗ് വഴി അനുവദിക്കാമെന്ന് തീരുമാനിക്കുക. അങ്ങനെ കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് തീർത്ഥാടകർ ഇപ്പോൾ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഈ വരും മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കൂടുതൽ സജീവമായിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ ഉൾപ്പെടെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് പറയാനുള്ളത്. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്നുള്ള വിശദാംശങ്ങളുമായി ചേർന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോടെ ഫ്രഷ് കട്ട് സമരത്തെ തുടർന്നുണ്ടായ അക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയടക്കമുള്ള കേസുകളിൽ പ്രതിയായ സമരസമിതി ചെയർമാൻ ബാബു കുടിക്കിൽ എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതടക്കം നമുക്കിത് വടക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ ബാബു കുടുക്കിൽ പിടിയിലാകുമോ എന്നുള്ളതാണ്. ഫ്രഷ് കട്ട് സമരം നമുക്കറിയാം. DYSPക്ക് അടക്കം പരിക്കേറ്റ, നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റ, നിരവധി ആളുകൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അതിന് ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ് താമരശ്ശേരിയിൽ. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരസമിതി ചെയർമാനെ പിടികൂടുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ഭൂരിഭാഗം പ്രതികളും ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം സമരസമിതി ചെയർമാനെ പിടികൂടിയാൽ മറ്റു കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് അവർ കരുതിയിരുന്നു.
വിദേശത്തേക്ക് കടന്നിരുന്ന ഈ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ നേപ്പാൾ വഴി കേരളത്തിലെത്തിയെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി നോട്ടറിയെ കണ്ട് അറ്റസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കേരളത്തിലെത്തിയതായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു നൽകിയ ഒരു മുസ്ലിം ലീഗ് നേതാവ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇയാളിൽ നിന്നാണ് ഈ ബാബു കേരളത്തിലെത്തിയെന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഇദ്ദേഹം പിടിയിലായേക്കും എന്നുള്ള സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമായാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബാബു കുടുക്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിപ്പോരുന്നു. ഇന്നോ നാളെയോ അദ്ദേഹം പിടിയിലായേക്കും എന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട്. കൃഷ്ണ. ശരി, നിഖിൽ പ്രമേശാണ് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് മധ്യ കേരളത്തിലേക്കാണ്. കൊച്ചിയിൽ വിഷ്ണു സുരേഷ് ഉണ്ട് പ്രേക്ഷകർക്കൊപ്പം. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനം ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഒരു ഹർജിയും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഭവം എറണാകുളം മട്ടുമ്മലിലെ സ്വകാര്യ ഹോട്ടലിൽ 2 കോടിയുടെ ഹാഷിഷ് കണ്ടെടുത്ത സംഭവത്തിൽ സംഘത്തിലെ പ്രധാനിക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഹൈക്കോടതിയിൽ നിന്നാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഘട്ടത്തിൽ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി കോടതി പ്രകടിപ്പിച്ചിരുന്നു. ചില നിർദ്ദേശങ്ങളും കോടതി ദേവസ്വം ബോർഡിന് നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ ദേവസ്വം ബോർഡ് പാലിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ വരും. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകം. നേരത്തെ 5000 സ്പോട്ട് ബുക്കിംഗ് കുറച്ച നടപടി ഇളവ് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു വിഷയം ഹൈക്കോടതി തന്നെ പരിഗണിക്കുന്നത് ഈ കാലിക്കറ്റ് VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനമാണ്. അതിൽ അങ്ങനെ ഗവർണർക്ക് അത്തരത്തിലുള്ള വിജ്ഞാപനം പുറത്തിറക്കാനാകില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുകയും ഇതിൽ കക്ഷികളായ ആളുകൾക്കെല്ലാം നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. അവരുടെ എതിർ സത്യവാങ്മൂലം ഒക്കെ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ വരും. അതിലായിരിക്കും ഒരു തീരുമാനം എടുക്കുക. ഗവർണർ സർക്കാർ പോര് അതിൻ്റെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഈ ഹർജി സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം തേവരയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. 4 പേരെ ആ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. 2 മലയാളികളും 2 ഒറീസക്കാരും. അതിലൊരു പ്രതി കൂടിയുണ്ട്. അതായത് ഈ ഹാഷിഷ് ഓയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി പ്രധാനമായി ആസൂത്രണം ചെയ്ത ഒരു പ്രതി, അയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പിടികൂടിയ 4 പ്രതികളെയും ഇന്ന് റിമാൻഡ് ചെയ്യും. അങ്ങനെ വാർത്തകളാൽ സമ്പന്നമാണ് മധ്യകേരളം. ഒപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും ഉണ്ടാകും. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇവിടെ. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യയും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന വിഷയത്തിൽ നിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും കത്തയച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. എന്നാൽ ഇക്കാര്യത്തിൽ കൈമാറേണ്ട ആവശ്യമില്ല എന്നൊരു വിലയിരുത്തലിലായിരുന്നല്ലോ നമ്മൾ. അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കത്തെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളായ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേൽക്കുകയുമാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഒട്ടേറെ വാർത്തകൾ ഇന്ന് രാജ്യ തലസ്ഥാനത്തു നിന്നും വരാനിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വാർത്ത എന്നുള്ളത് ഈ ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ ട്രൈബ്യൂണൽ ബംഗ്ലാദേശിലെ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് വീണ്ടും കത്തയച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് 3 ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ചർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു ഘട്ടത്തിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നില്ല. അദ്ദേഹം മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് കത്തയച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം വരേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമർ ഖാലിദ് അടക്കം 4 പേരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്നും പരിഗണിക്കുന്നു.
വരുന്നുണ്ട്. പ്രധാനമായും ഈ വിഷയത്തിൽ ഡൽഹി പോലീസിന്റെ വാദങ്ങൾ തന്നെയായിരിക്കും ഇന്നും സുപ്രീം കോടതി കേൾക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദത്തിൽ ശക്തമായി തന്നെ ഇവരുടെ ജാമ്യാപേക്ഷയെ ഡൽഹി പോലീസ് എതിർത്തിട്ടുണ്ട്. കലാപക്കേസിൽ ഇവർക്ക് പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നും ഇവർ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഡൽഹി പോലീസ് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചുമതലയേൽക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുക. കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് BR ഗവായ് കഴിഞ്ഞ ദിവസം വിരമിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്നുള്ളത് ഡൽഹിയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഡൽഹിയിലെ വായുമലിനീകരണം അതീവ രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തുടർച്ചയായി തന്നെ ഗുരുതര വിഭാഗമായ 400-ന് മുകളിലാണ് ഡൽഹിയിലെ 38 കേന്ദ്രങ്ങളിൽ 14-ലേറെയും ഈ വായു ഗുണനിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകിട്ട് ജെൻസി മോഡൽ പ്രതിഷേധത്തിനും ഡൽഹി സാക്ഷ്യം വഹിച്ചിരുന്നു. ഇന്ത്യ ഗേറ്റിന് സമീപം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നിരോധിച്ച മേഖലയിലാണ് യുവാക്കൾ, വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ഇത് തടഞ്ഞ ഡൽഹി പോലീസിനെതിരെ കുരുമുളക് സ്പ്രേ പ്രയോഗവും ഉണ്ടായി. 4 പോലീസുകാർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റ് RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ഓക്കെ, താങ്ക് യു ബൽറാം. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും. ഹരിയാനയിലെ സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് സുപ്രീം കോടതിയുടെ ഉന്നത പദവിയിലേക്ക് എത്തുന്ന 63-കാരനായ ജസ്റ്റിസ് സൂര്യകാന്ത് നിരവധി സുപ്രധാന വിധിന്യായങ്ങളുടെ ഭാഗമായിരുന്നു. ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. കഠിനാധ്വാനത്തിനും തൊഴിൽ നൈതികതയ്ക്കും പേരുകേട്ട വ്യക്തിത്വം. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ പെറ്റ്വാർ ഗ്രാമത്തിൽ ജനിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ഹിസാറിലെ ജില്ലാ കോടതികളിൽ പ്രാക്ടീസ് തുടങ്ങി. തുടർന്ന് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറിയ സൂര്യകാന്ത് 2000 ജൂലൈയിൽ 38-ാം വയസ്സിൽ ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായി. 2004-ൽ 42-ാം വയസ്സിൽ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായ സൂര്യകാന്ത് 14 വർഷത്തോളം ആ പദവിയിൽ തുടർന്നു. 2018-ൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ സൂര്യകാന്ത് 2019-ലാണ് സുപ്രീം കോടതിയിലേക്ക് നിയമിക്കപ്പെട്ടത്. 4 പതിറ്റാണ്ട് നീണ്ട തൊഴിൽ ജീവിതത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത് വിപ്ലവകരമായ പല വിധിന്യായങ്ങളും പുറപ്പെടുവിച്ചു. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലും ഇലക്ട്രൽ ബോണ്ട്, പെഗാസസ് ചാര സോഫ്റ്റ്വെയർ തുടങ്ങിയ നിർണായക വിഷയങ്ങളിലെ വിധിന്യായങ്ങളുടെ ബെഞ്ചിലും ജസ്റ്റിസ് സൂര്യകാന്ത് പ്രവർത്തിച്ചു. രാജ്യദ്രോഹ നിയമം പുനഃപരിശോധിക്കുന്നതുവരെ പുതിയ കേസുകൾ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സർക്കാരുകളോട് ആവശ്യപ്പെടുന്ന ഉത്തരവും കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഉത്തരവും ജസ്റ്റിസ് സൂര്യകാന്തിന്റേതാണ്. ഓൺലൈൻ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതും ഗാർഹിക തൊഴിലാളികൾക്ക് നിയമപരമായ ചട്ടക്കൂട് നിർമ്മിക്കാൻ വിദഗ്ധ സമിതി നിർമ്മിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചതും തുടങ്ങി നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ സൂര്യകാന്തിന്റേതായി ഉണ്ട്. പ്രതിരോധ സേനകൾക്കായുള്ള 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി ശരിവച്ചതും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ സ്വമേധയാ കേസെടുത്ത് നടപടി ആരംഭിച്ചതും ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു. 2027 ഫെബ്രുവരി 9 വരെ ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും. റിസർച്ച് ഡെസ്ക് 24. ആത്മഹത്യാ ഭീഷണിയുമായി BLO കോട്ടയം മുണ്ടക്കയം സ്വദേശി ആന്റണിയാണ് വില്ലേജ് ഓഫീസർ അടക്കമുള്ളവരുടെ ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്ന് ഓഡിയോ സന്ദേശം. ആ ഓഡിയോ സന്ദേശത്തിലേക്ക്. നിങ്ങൾ റവന്യൂവിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനസ്സിന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ ഒന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മട്ടുതട്ടാ പറയുന്നത്, സഹി കെട്ടാ പറയുന്നത്. ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പ് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും.
അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പം വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങൾ തെറിയേക്കാനും പറ്റത്തില്ല. ഒന്നേ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIR ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ടോബി, വെരി ഗുഡ് മോർണിംഗ്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. രാവിലെ തന്നെ നമുക്ക് ആദ്യം പറയാനുള്ളത് ആത്മഹത്യയോ കൊലപാതകമോ ഒന്നിനും പരിഹാരമല്ല എന്നതാണ്. പക്ഷേ നമ്മൾ വാർത്തയുടെ ഭാഗമായി ആ ഓഡിയോ സന്ദേശം കേൾപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം, നമ്മൾ സുഹൃത്തുക്കളായ വില്ലേജ് ഓഫീസർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം, BLOമാരോട് അവർ ഈ സമയത്തിന് ഈ ജോലികൾ പൂർത്തിയാക്കി തരണമെന്ന് പറയുമ്പോൾ അവർക്ക് മുകളിൽ നിന്നുള്ളവരിൽ നിന്ന് അവർക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെയിൻ പോലെയാണ്, ഓരോ ലെയറിൽ നിന്ന് താഴേക്ക് സമ്മർദ്ദം കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? ഡിസംബർ 4 വരെ ഇതിന് സമയമൊക്കെ ഉണ്ടല്ലോ. ക്രിസ്റ്റീന, പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കണ്ണിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വ്യക്തികളാണ് ഈ BLOമാർ. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദമെല്ലാം വരുന്നത് ഇവർക്ക് മുകളിലേക്കാണ്. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തു വന്നത് ആന്റണിയുടെ, അതായത് മുണ്ടക്കയത്തെ 110 നമ്പർ ബൂത്തിലുള്ള ആ ഒരു BLOയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അവർ ഉന്നയിക്കുന്ന പരാതികൾ, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കൃത്യമായ സമയത്ത് വോട്ട് ചേർക്കാൻ പറ്റാതെ വരുമോ എന്നുള്ള ആശങ്കയിൽ അവർ തങ്ങളോട് തർക്കിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നു. പല സമയത്തും ഇത് പൂരിപ്പിച്ച് നൽകാൻ പോലും പല ആളുകൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ ഫോം കൊടുത്തിട്ട് പോയി പിന്നെയും ചെന്ന് അത് പൂരിപ്പിച്ച് നൽകേണ്ട ഗതികേട് വരെ ഇവർക്ക്, പ്രശ്നങ്ങൾ വരെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ സംവിധാനങ്ങൾ പോലും ഒരുക്കി നൽകുന്നില്ല, ഇന്റർനെറ്റ് ഇല്ല, ഫോണില്ല. അപ്പോൾ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കൃത്യസമയത്ത് ഈ വോട്ട് ചേർക്കാൻ പറ്റുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെയാണ് മറുവശത്ത് ഉദ്യോഗതലത്തിൽ മുകളിൽ നിന്നുമുള്ള സമ്മർദ്ദം, കൃത്യസമയത്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള സമ്മർദ്ദം. ഇത് രണ്ടും കൂടിയാവുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഈ ആളുകൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ ഓഡിയോ സന്ദേശത്തിൽ കൂടിയും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, ഈ സമാനമായിട്ടുള്ള പരാതികളുള്ള BLOമാർ കൂടുതൽ കോട്ടയം ജില്ലയിലുണ്ട് എന്നുള്ള വിവരം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല ആളുകൾക്കും മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ വാർത്തയൊക്കെ വന്ന സമയത്ത് തന്നെ ചില വിശദീകരണങ്ങൾ, കൃത്യസമയത്ത് എന്തുകൊണ്ട് ഇത് പൂർത്തിയാക്കുന്നില്ല എന്ന് ചോദിച്ച് വിശദീകരണങ്ങൾ അയക്കുന്ന ചില പരാതികൾ ചില ആളുകളുടെ, ചില BLOമാർ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു പരാതിയുമായി BLOമാർ രംഗത്ത് വരുന്നത്. കോട്ടയത്ത് മുണ്ടക്കയത്ത് 110 നമ്പറിൽ നിന്നാണ് ആന്റണി ഈ ഒരു മെസ്സേജ്, ഒരു ശബ്ദ സന്ദേശം വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഗ്രൂപ്പിലാണ് ഇന്നലെ ഇട്ടത്. അതിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ വിഷയത്തിൽ പലരുമായും സംസാരിക്കുമ്പോൾ ഓരോ തലത്തിലിരിക്കുന്നവർക്കും ഈ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്ര പരിഹാരത്തിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് കൂടി വീടൊരുങ്ങി. പാലക്കാട് പുതുനഗരം പഞ്ചായത്തിലെ ഫിറോസ് BV ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയത്. കാലങ്ങളായി ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ കുടിലായിരുന്നു പുതുനഗരം സ്വദേശികളായ ഫിറോസും ഭാര്യ ബീവിയും 3 മക്കളും കഴിഞ്ഞിരുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഫിറോസിനും കുടുംബത്തിനും വീടെന്നത് ഇതുവരെ സ്വപ്നം മാത്രമായിരുന്നു. കുടുംബത്തിന് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈത്താങ്ങായി. നന്ദി പറഞ്ഞ കുടുംബം. വിചാരിക്കുന്നതിലും ഇതാണ് കിട്ടിയത്. ഒരുപാട് അഭിമാനം, സന്തോഷം എല്ലാം ഉണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രകാശ് സാറിനും മെമ്പറിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാലക്കാട് ജില്ലയിലെ 18 വീടുകളിൽ 5ാമത്തെ വീടാണിത്. 24 പാലക്കാട് റിപ്പോർട്ടർ ഐഷത്തുൽ ഷംന താക്കോൽദാനം നിർവഹിച്ചു. 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് നാടമുറിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് പാവപ്പെട്ടവർ നമുക്ക് ഈ 24 ചാനലും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതി ഒരുപാട് പാവപ്പെട്ടവരെ കണ്ട് നമുക്ക് അവരൊരു വീട് നൽകാൻ കഴിഞ്ഞു. 24 പാലക്കാട്. ഇനി
വലിയൊരു രാജ്യാന്തര വാർത്തയിലേക്കാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയെന്ന അമേരിക്ക. യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടിയിൽ ഇനിയും തീരുമാനമായില്ല. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് അമേരിക്കയ്ക്കും ട്രംപിനും നന്ദി പറഞ്ഞ യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് യുക്രൈൻ നേതൃത്വം നന്ദി കാണിച്ചില്ലെന്ന വിമർശനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഈ ഒരു വിഷയത്തിൽ താൻ പ്രസിഡന്റായ ശേഷം ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന അവകാശവാദം ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മാസങ്ങൾക്ക് ശേഷവും കൃത്യമായ ഒരു പരിഹാരമായില്ല. എന്നാൽ പുരോഗതി ഉണ്ടെന്ന് ഇപ്പോഴും അദ്ദേഹം പറയുന്നു. ഒരു വശത്ത് വൊളോദിമിർ സെലൻസ്കി നന്ദി ട്രംപ് 1000 നന്ദി എന്ന് പറയുമ്പോൾ നന്ദിയില്ലാത്തവരാണ് യുക്രൈൻ നേതൃത്വമെന്ന വിമർശനവും ട്രംപ് ഉന്നയിക്കുന്നുണ്ടല്ലോ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലാണ് ജനീവയിൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഈ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. നിലവിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ അമേരിക്കയ്ക്ക് ഇനിയും സമയം ആവശ്യമാണെന്നാണ് റൂബിയോ പറയുന്നത്. വ്യാഴാഴ്ചയോടെ ഒരു കരാറിൽ എത്താൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു റൂബിയോ അവിടെ പോയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് കൂടുതൽ സമയമെടുക്കുമെന്നാണ്. മാർക്കോ റൂബിയോ തിരിച്ച് വാഷിംഗ്ടൺ DC-യിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. പ്രധാനമായും യുക്രൈനുമായിട്ടുള്ള വിഷയങ്ങളിൽ നേറ്റോയുടെ ഭാവിയിലെ യുക്രൈനുമായി ബന്ധപ്പെട്ട ഉള്ള റോളും അതുപോലെ അമേരിക്ക നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടി, ഇത് രണ്ടിലും തീരുമാനമായിട്ടില്ല. ചർച്ചകൾക്ക് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതിൽ പറയുന്നത് ഈ ചർച്ചകളൊക്കെ വളരെ ഫലപ്രദമായിരുന്നു, വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടരുമെന്ന് പറഞ്ഞു. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾക്ക് പിന്തുണയ്ക്ക് യുക്രൈൻ നന്ദി കാണിച്ചില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പാക്കേജ് അംഗീകരിക്കുവാൻ ഈ വരുന്ന വ്യാഴാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് സെലൻസ്കി ഇന്ന് മറുപടി നൽകിയിരിക്കുകയാണ്. ഇതുവരെ നൽകിയ പിന്തുണയ്ക്കും അതുപോലെ അമേരിക്കൻ ജനതയ്ക്കും ഒക്കെ സെലൻസ്കി ഇന്ന് നന്ദി പറഞ്ഞ് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കൊല്ലം കിളികൊല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റികൊണ്ട് തലക്കടിച്ചു കൊന്നു. ഭാര്യ കവിതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. നിർഭാഗ്യകരമായ സംഭവമാണ്. മകളുടെ മുന്നിൽ വെച്ചാണ് അച്ഛൻ അമ്മയെ തലക്കടിച്ചു കൊല്ലുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പ്രകോപനമായി മാറിയത്? ക്രിസ്ത്യന, നമ്മൾ ഈ കൊലപാതകം നടന്ന വീടിന് മുൻവശത്താണുള്ളത്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് ഈ വീട്ടിൽ ഇത്തരത്തിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ ഒടുവിൽ വലിയ രീതിയിൽ അക്രമാസക്തമാവുകയും ഒടുവിൽ ഈ ഗ്യാസ് കുറ്റികൊണ്ട് ഭർത്താവ് മധുസൂദനൻ പിള്ള ഭാര്യ കവിതയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ സംഭവം നടന്നതിന് പിന്നാലെ പോലീസ് ഇവിടെ നിന്ന് ഈ മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യപരിശോധന നടന്നു വരികയാണ്. ഈ മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോയിട്ടില്ല. പോലീസിന്റെ കാവൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഈ രാവിലെ വരുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു കൊലപാതകം. കൊല്ലം കിളികൊല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിച്ചു കൊന്നുവെന്ന വാർത്തയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഭാര്യ കവിതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഈ സംഭവത്തിൽ ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് അരുൺരാജ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺരാജ് ഇപ്പോൾ ആ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ വീട്ടിലെ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊന്നും അവർക്കില്ല. കുടുംബ വഴക്കാണ് കാരണം. ഇനി എന്തിൻ്റെ പേരിലായിരുന്നു ഈ കുടുംബ വഴക്ക്? ഇത് സ്ഥിരമായി ഉണ്ടായിരുന്നതാണോ? ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് തലക്കടിച്ചു കൊല്ലാൻ മാത്രം എന്തായിരുന്നു അവിടെയുള്ള പ്രശ്നങ്ങൾ? ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അരുണെ, നമ്മൾ ആ വീടും പശ്ചാത്തലവും ഒക്കെ കാണുമ്പോൾ സാമ്പത്തികമായ യാതൊരു പ്രശ്നവും അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സാധിക്കുന്നത്. പിന്നെ എന്തായിരിക്കാം ഇത്തരത്തിലൊരു കുടുംബ വഴക്കിന് കാരണം? എന്താണ് കാര്യങ്ങൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ക്രിസ്റ്റീന. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരാളല്ല. കാരണം നാട്ടിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനും നാട്ടിലെ എല്ലാവർക്കും ഉപകാരിയൊക്കെയാണ് മധുസൂദനൻ പിള്ള. അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ ഇരുവർക്കുമിടെ ഉണ്ടായതായി നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് പ്രകോപിതനായി ഈ ഭാര്യയെ ഈ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് നാട്ടുകാരോടക്കം ഈ പോലീസും അടക്കം പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ എന്താണ് ഈ കൊലപാതകത്തിലെ
മരണത്തിലേക്ക് അടക്കം നയിച്ചത്. അതിൽ കാര്യത്തിൽ ഒരു വ്യക്തത പൂർണ്ണമായി ഇപ്പോൾ പോലീസിനൊന്നും കൈവന്നിട്ടില്ല. എന്തായാലും മധുസൂദനൻ പിള്ളയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ കവിതയുടെ മൃതദേഹം അത് ഇവിടെ നിന്ന് കൊണ്ടുപോകും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടി അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ നിലവിൽ നമ്മൾ ഈ കാണുന്ന ആ വീട് പരിസരം ഈ സാമ്പത്തിക പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവിടെ നാട്ടുകാരടക്കം നിരവധി പേർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടുത്തുകാരാണോ? ഇദ്ദേഹത്തെ അറിയാവുന്ന അറിയാം. സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയത്തില്ല. നാട്ടിൽ നല്ല ഒരു പൊതുപ്രവർത്തകനും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പരിപ്പിൻ്റെ ബിസിനസ്സും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള യാതൊരു ഒരു സംഗതികളും ഇല്ല. കാണുമ്പോഴൊക്കെ വളരെ സൗഹാർദ്ദവും എല്ലാവർക്കും നല്ലൊരു സംവിധാനം പൊതുപ്രവർത്തനത്തിൻ്റെ നില നല്ലൊരു പ്രവർത്തനമൊക്കെയാണ്. രണ്ടുപേരെ അറിയാം. അവരുടെ ഭാഗത്തൊന്നും വലുതായിട്ടൊന്നും നമ്മളെ നാട്ടുകാരൊന്നും ഒരു കേട്ടിട്ടില്ല. ഞെട്ടലുണ്ടാക്കുന്നു അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. എല്ലാവരും പേടിച്ചു. നാട്ടുകാരനാണോ? കുഴപ്പമൊന്നും പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. നമ്മൾ രാവിലെ അറിയുന്നത്. രാവിലെ സാഹചര്യത്തിൽ മെനങ്ങാതെ ഞങ്ങളിവിടെ വന്നതാ. ഭാര്യയും ഭർത്താവായിട്ട് ഞങ്ങൾ ഇലക്ഷൻ പ്രമാണിച്ച് ഇവിടെ വന്നു. വോട്ടൊക്കെ ചോദിച്ച് പോയപ്പോൾ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷിച്ചിരുന്നതാ. നല്ല സ്നേഹം. ഇത് സംഭവിച്ചെന്ന് ഞങ്ങൾ ഞെട്ടുണ്ടാക്കി. ഞങ്ങൾക്ക് രാവിലെ ഇനിക്കുന്നത് തന്നെ ഇത് വല്ലാത്ത ഇതാണ്. അതായത് പല ഫാമിലി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതേ കണക്ക് സംഭവിക്കാൻ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ദുരന്തമാണ്. അരുൺ രാജാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങളും ഞെട്ടലിലാണെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.